നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് നമ്മളൊരു വാർത്ത കേട്ടതാണ്, വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്തതായ നിലപാടുകളായിരുന്നു ഇന്ന് നാം കേട്ടത്. അരവിന്ദ് കെജ്രിവാൾ എന്ന 2014 മുതൽ 2024 വരെ ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി, അദ്ദേഹം 2024 ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സമയത്ത് മാർച്ച് മാസം 11 അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണം യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1999 വരെ BJP മാത്രം ഭരിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഷീലാ ദീക്ഷിതിലൂടെയാണ് കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചു വാങ്ങിയത്. 15 വർഷക്കാലം ഡൽഹി ഭരിച്ചത് ഷീലാ ദീക്ഷിതായിരുന്നു. എന്നാൽ 2011 വലിയ ഒരു സമരം അണ്ണാ ഹസാരെയുടെയും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നു. അത് വലിയ കോളിളക്കങ്ങൾ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ ഭാരതത്തിൽ ഉണ്ടാക്കി. ഭാരതത്തിലെ യുവാക്കളെ സംഘടിപ്പിക്കുന്നതിൽ അത് വിജയിച്ചു. യഥാർത്ഥത്തിൽ ആ സമരവും BJPയുടെ ഒരു ആസൂത്രിതമായ നിലപാടുകളായിരുന്നു. BJP RSS ചെറുപ്പക്കാരെ രാജ്യത്ത് ഡൽഹിയിലേക്ക് ഒഴുക്കി എന്ന് നമുക്ക് പറയാം. പല സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് അണ്ണാ ഹസാര എന്ന് പറയുന്ന അഭിനവ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ IRSകാരനായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും മുന്നിൽ നിർത്തി സമരം ഇന്ത്യയുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന ഒരു പുതിയ പാർട്ടി ഉദയം കൊണ്ടു. 2014 മുതൽ 2024 10 വർഷക്കാലം ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുകയുണ്ടായി. എന്നാൽ ഡൽഹി എക്കാലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ നേട്ടം കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആ ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മൊത്തം സീറ്റും, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പോലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. 7 സീറ്റും BJPയുടെ കോട്ടയായി തന്നെ 2014 മുതൽ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ശക്തമായ ഭരണ സംവിധാനം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമാണ് ഡൽഹി. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു ചേർന്ന് ജീവിക്കുന്നവർ, സ്വന്തമായ തരത്തിൽ പച്ചക്കറികളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേട്ടങ്ങളും സ്വന്തമായി ചെയ്തെടുക്കാൻ കഴിയാത്ത ആൾക്കാർ വന്നു ചേർന്ന് താമസിക്കുന്ന സ്ഥലത്ത് എല്ലാത്തിനെയും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സ്ഥലത്താണ് ആം ആദ്മി പാർട്ടി ഇലക്ട്രിസിറ്റിയും കുടിവെള്ളവും അതോടൊപ്പം തന്നെ വൈദ്യുത ചാർജും പെൺകുട്ടികളുടെ പഠനവുമായൊക്കെ ബന്ധപ്പെട്ട് ഫ്രീ ആയി റേറ്റ് കുറച്ചുമൊക്കെ പല സഹായങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ ആം ആദ്മി പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഗോവ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പഞ്ചാബ് പല തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ബദലായി ആം ആദ്മി പാർട്ടി വളർന്നു വരുന്നത് BJPയെ വളരെയേറെ ദോഷം ചെയ്തു. അങ്ങനെയാണ് BJP അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെ തറ പറ്റിക്കുവാനും ആ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കും. ഞാൻ പറഞ്ഞു, പല കാര്യങ്ങളും ഫ്രീ ആയി കൊടുക്കുന്നത് കൊണ്ട് അവിടെ സാമ്പത്തികത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. എന്തിനേയും ഡിപ്പെൻഡ് ചെയ്യാൻ ആ രാജ്യത്തിന് ആവശ്യമായ സമ്പത്ത് ആ സംസ്ഥാനത്തിന് വേണ്ടതുകൊണ്ട് അവർ അവിടെ ആ മനുഷ്യർ മദ്യം ഉപയോഗിക്കുന്ന ഒരു മദ്യത്തിന് ഒരു നയം ഡൽഹിയിൽ കൊണ്ടുവന്നു. അതിലൂടെ 9,000 കോടി രൂപയോളം അധികമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ 2021 കൊണ്ടുവന്ന ഈ മദ്യനയം 2,000 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പാർട്ടികൾ, അതിൽ കോൺഗ്രസുമുണ്ട്, കോൺഗ്രസിന് അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഇന്നത്തെ വിധിയോടെ ഞാൻ മനസ്സിലാക്കുന്നു. ആ സമരം യഥാർത്ഥത്തിൽ ഏറ്റെടുത്തത് BJP ആയിരുന്നു. BJPക്ക് വീണ് കിട്ടിയ ആ അവസരം അമിത്ഷായും നരേന്ദ്രമോദിയും നല്ലവണ്ണം ഉപയോഗിച്ചു. അങ്ങനെ ഡൽഹിയിൽ BJPയുടെ ഭരണം ഈ 2024 ശേഷം, വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അന്ന് 4,000 വോട്ടിന് അരവിന്ദ് കെജ്രിവാൾ പോലും പരാജയപ്പെട്ടു. അത്രമാത്രം അദ്ദേഹത്തെ അപമാനിച്ചു. അദ്ദേഹം വളരെയേറെ വേദനാജനകമായി മനീഷ് സിസോദി തുടങ്ങി അവരുടെ പ്രധാനപ്പെട്ട 5 പേർ ഏകദേശം മാസങ്ങളോളം ജയിലറയിലായി. 2 വർഷത്തോളം ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുമ്പോൾ ഏകദേശം ആയിരക്കണക്കിന് പേപ്പറുകളിൽ എഴുതി ചേർത്തിട്ടുള്ള FIRന്റെ പേജുകളിൽ
ഈ പറയുന്ന മനീഷ് സിസോദിക്കെതിരെയോ അരവിന്ദ് കെജ്രിവാളിനെതിരെയോ ഒരു നിലപാട് സ്വീകരിക്കാൻ സഹായകമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ഈ ഭരണമെന്ന് പറയുന്നത് ED വെച്ച് CBI വെച്ച് BJP കളിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പോലും CBI പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ED പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവർത്തകരെ എത്തിക്കുന്നതിന്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ കൂച്ചുവിലങ്ങിടുന്നതിന്. മഹാരാഷ്ട്രയുടെ വിഷയങ്ങൾ നമുക്കറിയാം. മഹാരാഷ്ട്രയിൽ ശിവസേനയെ ഇല്ലായ്മ ചെയ്തത്, ഓരോ പ്രാദേശിക പാർട്ടികളെയും ഇത്തരത്തിൽ EDയോടും CBIയും ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുന്ന സംസ്കാരം BJP ഇന്ത്യയിൽ ആവർത്തിക്കുന്നു. അങ്ങനെ CBI കോടതി തന്നെ ഇത് പരിഗണിച്ചപ്പോൾ ജിതേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ജഡ്ജി പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കുന്ന, അതായത് ആകാശത്തിന്റെ കീഴിൽ എന്ത് സംഭവിച്ചാലും ഈ നീതി ഞാൻ നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. ഞാനും ഒരു വക്കീലാണ്. വേദനയോട് നോക്കിക്കാണേണ്ടതായ പല സംഭവ വികാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ പഠിച്ചിട്ടുള്ള വിഷയങ്ങൾ പലതും ഭാരതത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ, അല്ലെങ്കിൽ നമുക്ക് വിഷമം തരുന്നതായ പല ഇടപെടലുകൾ നടക്കുന്നു. ഇവിടെ രാഷ്ട്രീയ വിചാരകരായി മാറുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയിൽ വിചാരണ തടവുകാരായി മാറുന്നത് ഒക്കെ എന്നെ വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോ നമ്മൾ പറയുന്നത് പോലെ ഒരു തെളിവിന്റെ അംശം പോലും ഇല്ല എന്ന് CBI കോടതി പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് ഒരു അധികാരം നഷ്ടപ്പെടുത്തി? ഈ രാജ്യത്ത് വർഗീയതയുടെ വലിയ ഒരു ആഴത്തിലുള്ള കടന്നുചെല്ലൽ ഉണ്ടായി. നാനാത്വത്തിൽ ഏകത്വം എന്ന മനോഹരമായ സ്വപ്നത്തെ ഇല്ലാതാക്കി. ഈ രാജ്യത്തെ യൂണിറ്റി ഇല്ലാതാക്കി. ഇവിടെ എവിടെയും വർഗീയത സംസാരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എങ്ങനെ നടക്കുന്നു? ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗിച്ചുകൊണ്ട്, EDയും CBI ഉപയോഗിച്ചുകൊണ്ട്. അന്നേരം ഇതുപോലെയുള്ള ജഡ്ജിമാർ, നമുക്കറിയാം പല ജഡ്ജിമാരുടെ അവസാനം എങ്ങനെയായിരുന്നു ഒക്കെ. വിധി പറയുവാൻ ഭയപ്പെടുന്നവർ, വിധിയെ അനുകൂലിക്കുന്നവർ പല പോസ്റ്റുകളിലൂടെ തിരിച്ചു വരുന്നു. പക്ഷേ വിധിയെ അനുകൂലിക്കാത്തവർ ഈ ലോകവാസം വെടിയുന്നു എന്നൊക്കെയാണ് യാഥാർത്ഥ്യം. നിയമത്തിന്റെ കണ്ണിലൂടെ കാണാൻ കഴിയുന്ന ജഡ്ജിമാർ ഇന്ത്യയിൽ ഇല്ലാത്തിടത്തോളം കാലം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടും, രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും പല മേഖലകളിൽ. ഒന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം, ഇന്നത്തെ വിധി ഇന്ത്യയിലെ ഓരോ വക്കീലന്മാർക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ജനാധിപത്യ ബോധത്തിന്റെ വലിയ ഒരു സംഭാവനയായി നമ്മളിത് കാണുന്നു. ആപ്പിനെ സപ്പോർട്ട് ചെയ്യുവാനോ ഒന്നുമല്ല വന്നത്. കാരണം 2011 ഈ രാജ്യത്ത് ഇത്രയും വലിയ വിഷവിത്തിന് ജന്മം നൽകിയ, ഈ രാഷ്ട്രീയ സംവിധാനത്തിന് ജന്മം നൽകിയത് ഈ പറയുന്ന അണ്ണാ ഹസാരെയും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളുമാണ്. അവർ ചെയ്ത തെറ്റിന് അവർ തന്നെ അനുഭവിക്കട്ടെ, അവരുടെ കൈയാൽ തന്നെ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് ആവശ്യമാണ്. പിന്നെ കെജ്രിവാൾ പറഞ്ഞതുപോലെ തനിക്ക് കിട്ടാത്ത നീതി, ആ ഡൽഹി എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നോട് ചെയ്ത ഈ തീവ്രമായ നിലപാടിനെതിരെ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തെ ഞാനും ഏറ്റെടുക്കുകയാണ്. BJPക്ക് ഒരു ഇലക്ഷൻ ഡൽഹിയിൽ നടത്താൻ ധൈര്യമുണ്ടോ? വലിയ കൃത്യമായ ആഴത്തിലുള്ള ആ ചോദ്യം നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരു കാര്യം പറയാതെ വയ്യ, ഗവൺമെന്റ് ഭരണ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഗവൺമെന്റ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ സംസ്ഥാനങ്ങളെ കൊച്ചുവിലങ്ങിടുന്നത്. നമുക്കറിയാം കേരളം എത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പല പ്രശ്നങ്ങളിലൂടെ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്, NEP, അങ്ങനെ പല സംഭവങ്ങളും, ടാക്സ് സിസ്റ്റങ്ങളിലൂടെ ഈ രാജ്യത്ത് വളരെ മോശമായ ഒരു ഭരണം നമ്മൾ കാണുകയാണ്. അതിന് ജനങ്ങളാണ് തിരിച്ച് ചിന്തിക്കേണ്ടത്. വർഗീയത മാത്രമല്ല, മാനവികതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണത്തിനു വേണ്ടി, സോഷ്യലിസവും ജനാധിപത്യവും നടപ്പിലാക്കാൻ വേണ്ടി ജനങ്ങൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തേണ്ട ആവശ്യകത വളരെ വലുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.